ഇപ്പൊ കേസി 52-ൽ നിന്ന് 99-ൽ എത്തി. ഇപ്പൊ 101. അതായത് സ്വതന്ത്രന്മാരും കൂടെ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി 101ആയി. അവിടെ നിന്നാൽ മതിയോ? പോരായിരുന്നു. പക്ഷേ ഈ 101-ൽ എത്താനെടുത്ത ഒരു ഓട്ടത്തിന് ഒരു വലിയ കഥയുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പല്ലായിരുന്നു യഥാർത്ഥത്തിൽ. ഇന്ത്യയിൽ കഴിഞ്ഞ 2024 നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. കഴിഞ്ഞ 2-3 വർഷമായി നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഓപ്പോസിഷന് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡില്ലാത്തൊരു ഇലക്ഷന് മുമ്പ് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും CBIയെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഉപയോഗിച്ച് പരമാവധി രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമം. മുഖ്യധാരാ മാധ്യമങ്ങൾ, ഞാൻ വെർണാക്കുലറല്ല പറയുന്നത്, കോർപ്പറേറ്റ് മീഡിയാസ് എന്ന് പറയുന്ന മീഡിയ ഹൗസിൻ്റെ കംപ്ലീറ്റ് വൺ സൈഡഡ് സ്റ്റോറി, ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെ മുഴുവൻ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന വൺ സൈഡഡ് സ്റ്റോറി. അങ്ങനെ അതോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഏജൻസികൾ, വിശ്വാസ്യത ഉണ്ടാകേണ്ട ഏജൻസികളുടെ നിഷ്പക്ഷമല്ലാത്ത പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ എല്ലാം അന്തരീക്ഷത്തിലാണ് ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ പണം പോലും എടുത്തുകൊണ്ട് പോകുന്ന, അക്കൗണ്ട് പോലും എടുത്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളുണ്ടായത്. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പ് ഡിസ്ക്വാളിഫൈ ചെയ്തു, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു, 20ഓളം കേസുകളിൽ അദ്ദേഹത്തെ പ്രതിയാക്കി രാജ്യം മുഴുവൻ ഓടിച്ചു, EDയുടെ പിന്നാലെ പോയി, ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സമാനതകളില്ലാത്ത ഒരവസ്ഥ. യുദ്ധരംഗത്ത് ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പടയാളിയുടെ അവസ്ഥയിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അവിടെയാണ് ഒരു പുതിയ നെറേറ്റീവ് ഉണ്ടാക്കി ആ നെറേറ്റീവിൽ സ്ട്രോങ് ആയി നിലകൊണ്ട് ശക്തമായി പോരാടി ഈ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഈ 101-ൽ എത്തിച്ചിരിക്കുന്നു. സാങ്കേതികമായി ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടില്ല, പക്ഷേ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാങ്കേതികമായി ഞങ്ങൾ അധികാരത്തിൽ വന്നില്ല എന്ന് കേസി പറഞ്ഞു. പക്ഷേ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ, ഈ ഭരണം BJP ഭരണം മാറണമെന്ന് ആഗ്രഹിച്ചവർ, അവരെല്ലാം വലിയ രീതിയിൽ ആഗ്രഹിച്ച ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടാകും. എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഒരു സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഈ സാഹചര്യത്തിലാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ അതിന് ശ്രമിക്കുന്നത്? അതായത് അതിനകത്ത് സിമ്പിളാണ് പൊളിറ്റിക്സ്. ജനാധിപത്യത്തിൻ്റെ വശം പോകുന്നത്, ഇന്ത്യ മുന്നണിക്ക് നമ്പറില്ല, 270 നമ്പറിലെത്താൻ ഇന്ത്യ മുന്നണിയുടെ ഫലമായിട്ടുള്ള നമ്പറില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാ കക്ഷികളെയും, ഇന്ത്യയിലുള്ള കക്ഷികളും കൂടെ ഇങ്ങോട്ട് വന്ന് സപ്പോർട്ട് ചെയ്താണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നത്. അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ഇനി ഒരുപാട് സമയമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് രംഗത്ത് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടക്കുന്ന എല്ലാവർക്കും അറിയാം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രസിഡന്റ് വിളിക്കുക ആദ്യം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ പാർട്ടി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ മുന്നണി ഭൂരിപക്ഷമുള്ള. ഇത് രണ്ടും ഇപ്പം സ്യൂട്ട് ചെയ്യുന്നത് അവർക്കാണ്, ഞങ്ങൾക്കല്ല. ഇനി അവസരങ്ങൾ ഒരുപാട് വരും. ഈ ഗവൺമെൻറ് ദീർഘകാലം ഭരിക്കാൻ പോകുന്ന ആയുസ്സുള്ള ഗവൺമെൻറ്റാണെന്ന് ആരും ധരിക്കുന്നില്ല, ഞങ്ങൾ ഒട്ടും ധരിക്കുന്നില്ല. അവസരം വരുമ്പോൾ കോൺഗ്രസ് ആക്ട് ചെയ്യും.